അസ്സലാമു അലൈക്കും. ഫാത്തിമ പുന്നോസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് പെരുന്നാൾ രാവാണ്. രാത്രി 11 മണിയായിട്ടോ. അപ്പോഴാണ് പെരുന്നാക്കുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങണത്. അപ്പോ പെരുന്നാൾ രാവിന്റെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണട്ടോ. ഓക്കെ. അപ്പോൾ ഇന്ന് പെരുന്നാൾ രാവിലെ അപ്പോൾ ഇന്നത്തെ നോമ്പും കൂടി അറന്ന് ചായയൊക്കെ കുടിച്ച് അടുക്കള ഫുള്ള് മെസ്സായി കിടക്കുന്നുണ്ട്. അപ്പോൾ മോളെല്ലാം വൃത്തിയാക്കാൻ എന്നെ സഹായിക്കുകയാണ് കേട്ടോ. കാരണം ഇനി അവിടുന്ന് അങ്ങോട്ട് ഫുള്ള് എനിക്ക് പണിയാണല്ലോ. അപ്പോൾ എല്ലാം അവൾ ക്ലീൻ ചെയ്ത് തന്നു. അൽഹംദുലില്ലാ. അമ്മച്ചിക്ക് തീരെ വയ്യാത്തല്ലേ എന്നും പറഞ്ഞിട്ട് അവളൊക്കെ ക്ലീനാക്കി തന്നു. അവളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ചെയ്തു തന്നു കേട്ടോ. കാരണം ഇനി വേണം പെരുന്നാൾക്കുള്ള സാധനങ്ങളൊക്കെ നിരത്തണമെങ്കിൽ ഇവിടെയൊക്കെ ക്ലീനാക്കാതെ നിരത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇക്കാകെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് കംപ്ലീറ്റ് ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതെല്ലാം തരം തിരിച്ച് റെഡിയാക്കി ഓരോന്ന് നുറുക്കി റെഡിയാക്കാണ്ട് കേട്ടോ. ഇപ്പോഴത്തന്നെ ഒരു 9 മണി 9:30 ആയിക്കണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇറച്ചി കഴുകാമെന്ന് വിചാരിച്ചു. ഇറച്ചിക്കാ രാവിലെ മേടിച്ച് കൊടുന്ന് വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഇറച്ചി കഴുകാനുള്ള പരിപാടിയിലാണ് കേട്ടോ. ഇറച്ചിയൊക്കെ കഴുകി വരച്ചതിന് ശേഷം ടേബിളിൻ്റെ മുകളിൽ എല്ലാം കൂടി നിരത്തിയിട്ടോ. സദ്യയാണ് വെക്കണത്. പെരുന്നാൾക്ക് സദ്യ വെക്കാനാണ് ഇക്കാക്ക് ഇഷ്ടം കേട്ടോ. ഈ ക്യാഷ് അവിടെ നിന്ന് എണ്ണണം എന്താണെന്നറിയോ? അപ്പം അതിൻ്റെ ഇടയിൽ വന്നതാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ. പള്ളിക്കത്തെ ക്യാഷിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണത് ഇക്കാ കേട്ടോ. അപ്പോൾ ഉസ്താദിന് ഇമാമത്ത് പൈസ, അതേപോലെ എന്താ തറാവി നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പെരുന്നാളിൻ്റെയും എല്ലാം കൂടി നമ്മൾ പോയി പിരിച്ചിട്ട് എന്താ പള്ളിക്കത്തെ ഖജാൻജിയോ സെക്രട്ടറിയോ അങ്ങനെ എന്തൊക്കെ പേര് അത് തോന്നുന്നുണ്ട്. ഇത് വിത്തർ സക്കാത്തിൻ്റെ അരി കിട്ടിയതാണ് കേട്ടോ. ഞങ്ങൾ അരി കൊടുക്കലും കിട്ടലൊക്കെ കഴിഞ്ഞു. ഞാനിപ്പോൾ എന്താ ഈ തിരക്കിൻ്റെ ഇടയിൽ ഒരുങ്ങിയിട്ട് നിൽക്കണമെന്നറിയോ? എൻ്റെ ഒപ്പം വിളിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഉമ്മാക്ക് മാക്സി ഒരു അടിപൊളി മാക്സി എടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ ഇക്കാട് പറഞ്ഞപ്പോൾ കാരണം അതിനെന്താ എന്നാൽ പോവാന്ന് പറഞ്ഞു. എന്നാൽ വേഗം ഡ്രസ്സ് മാറ്റിന്ന് പറഞ്ഞിട്ട് പോവാൻ നിൽക്കാൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കി കഷ്ണങ്ങളൊക്കെ ഇന്നെ പോലെ മുറിക്കണം, ഇന്നെ പോലെ നന്നാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്കോട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി നിന്നോളം പറഞ്ഞു കേട്ടോ. പക്ഷെ ആൾ വന്നിട്ടില്ല. അപ്പോൾ ബീഫ് ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ടിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെക്കാൻ കേട്ടോ. ഉണ്ടാക്കും വേണം, പിന്നെ രാവിലെ കറിയിൽക്കും വേണം. അപ്പോൾ മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് വേവിച്ച് വെക്കണം തന്നെ കേട്ടോ. എന്നെ പറയാനിപ്പോൾ എന്താ സമയം കുറേ ആയിക്കണു. കണ്ടില്ല. ഞാൻ പിന്നെ പോയതിൻ്റെ ശേഷം സ്വത്തിൻ്റെ പണികളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. അങ്ങനെ ഞാനൊക്കെ ഷോപ്പിലെത്തിയിട്ടോ മാക്സി എടുക്കാൻ വേണ്ടിയിട്ട്. മാക്സി ഒക്കെ ഓരോന്നും ഇങ്ങനെ വലിച്ചിട്ടുകൊണ്ടിരിക്കുക. ഇപ്പാക്ക് ഭയങ്കര നിർബന്ധം. ഇപ്പാക്ക് ഞാനവിടെ ഉണ്ടെങ്കിൽ എന്താ പറയുക, അമ്മക്ക് ഞാൻ എൻ്റെ വക മാക്സി എടുത്ത് കൊടുക്കില്ലേ. അപ്പോൾ എന്തായാലും എൻ്റെ വകയായിട്ടൊരു മാക്സി എടുത്ത് കൊടുക്ക്, ഈ എനിക്കൊരു ഒഴിവുള്ളപ്പോൾ പോയിട്ട് എന്തായാലും എടുത്ത് കൊടുക്കട്ടോന്ന് ഇപ്പോൾ പറഞ്ഞു. അപ്പോൾ പിന്നെ പറഞ്ഞപ്പോൾ ഒരു ഇടങ്ങറ്. ഇപ്പം അങ്ങനെ പറഞ്ഞിട്ട് എടുത്ത് കൊടുത്തില്ലെങ്കിൽ ഇപ്പാക്ക് ഇടങ്ങറാവും, നമുക്ക് ഇടങ്ങറാവും. അപ്പോൾ പിന്നെ അങ്ങനെ പോകുന്ന കാരണം സമാധാനം എങ്ങനെ ഞാൻ എടുക്കുന്നൊക്കെ വിചാരിച്ചതാണ്. ഈ കടയൊക്കെ ഞങ്ങൾ വരുന്നതാണ് കേട്ടോ. അബായൊക്കെ എടുക്കാൻ നല്ല അടിപൊളി അബായലുണ്ട്. അപ്പോൾ കുറച്ച് മാക്സികളൊക്കെ ഇങ്ങനെ കുറേ വലിച്ചിട്ടൊന്നുമില്ല. കാരണം 12 മണിയൊക്കെ ആവാറായിക്കണം. കുറച്ച് മാക്സി നോക്കിയാൽ ഇതൊക്കെ ഉണ്ടോ ഇഷ്ടമായത്. ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലില്ലേ, അത് എനിക്ക് ഇക്കാ എടുത്ത് തന്നു കേട്ടോ. എനിക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അതിൽ ഈ ബ്രൗണല്ല, പിന്നെ മൂന്നാമത് കാണുന്ന മാക്സി ഇല്ലേ, അതാട്ടോ അമ്മക്ക് എടുത്തത്. നല്ല അടിപൊളിയാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ അമ്മക്കൊരു ഷോൾ കൊടുത്തു. അങ്ങനെ ക്യാഷൊക്കെ കൊടുത്തിട്ട് അവിടെ നിന്ന് പോന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അങ്ങോട്ട് പോന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇക്കാ പറഞ്ഞു ഇക്കാക്ക് ഒരു ചെരുപ്പ് എടുക്കണം എന്ന് പറഞ്ഞ്. ചെരുപ്പ് കുറേ ആയിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ ചെരുപ്പൊക്കെ കേട് നിൽക്കണ്. എന്തായാലും വേണ്ടില്ല, പെരുന്നാളല്ലേ, അപ്പോൾ ഒരു ചെരുപ്പൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെരുപ്പ് കടയിലും കയറുന്നുണ്ട് കേട്ടോ. കുറേ ചെരുപ്പുകളൊക്കെ നോക്കിയിട്ടാണ് പിന്നെ ഇത് പറ്റുമോ അത് പറ്റുമോ ഇത് പറ്റുമോ ഇതെങ്ങനെയുണ്ട് അതെങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചതിന് ശേഷമാണ് പിന്നെ ഒരു ചെരുപ്പ് സെറ്റായി കിട്ടിയത്.
നിൽക്കുന്ന സമയത്ത് ബിരിയാണി കടയിൽ കൂടെ പോവാണ് കേട്ടോ. നല്ല മണവും പിന്നെ നല്ല തിരക്കും ആൾക്കാരും ഒക്കെ പോക്കും വരവും മേടിക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുന്ന് ഒരു 2 പൊതി ബിരിയാണി മേടിച്ചിട്ട് വന്നിട്ടൊക്കെ പിന്നെ ആ സമയമായിരിക്കുമ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. കാരണം അത്രയും നേരമായില്ല, നേരം 1 മണിയൊക്കെ ആവാറായിക്കണം കേട്ടോ. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി പോയിക്കേക്കാം. അങ്ങനെ വീട്ടിൽ വന്ന് അതൊക്കെ കഴിച്ചതിൻ്റെ ശേഷം അടുത്ത പണികൾ തുടങ്ങിയിട്ടോ. കാരണം മോള് ചെയ്ത് വെച്ചതിൻ്റെ ബാക്കി പിന്നെ ഞാനും കായും കൂടിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കലും, അവൾക്കത് ചെയ്യാൻ വയ്യാണ്ട് ഇഞ്ചിയും വെളുത്തുള്ളി നന്നാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി നന്നാക്കലും ബാക്കി കഷ്ണങ്ങളൊക്കെ റെഡിയാക്കലൊക്കെ കൂടിയിട്ട് ഇരുന്ന് ചെയ്യാൻ കേട്ടോ. ഇക്കാവ് പറയുന്നുണ്ട് കുറച്ച് കഷ്ണങ്ങളൊക്കെ നന്നാക്കിയിട്ട് പിന്നെ കുളിച്ചിട്ട് അങ്ങനെ കിടന്നു എന്നൊക്കെ പറഞ്ഞ്. അത് ശരിയാവില്ല, ഇനി ഉറങ്ങിക്കഴിഞ്ഞാൽ ഒന്നും അറിയില്ല, നിങ്ങൾ പോയി കിടന്നോളി ഞാൻ ചെയ്തോണ്ട് എന്ന് പറഞ്ഞ്. കുട്ടികൾ പിന്നെ എന്തോ മൈലാഞ്ചി ഇടണം അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ അവരൊക്കെ പോയി കിടന്ന്. ഒക്കെ പാവട്ടോ, കഷ്ണങ്ങളൊക്കെ ബാക്കിയുള്ളത് കുറേ വെളുത്തുള്ളി ഇതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇരുന്ന് നന്നാക്കാൻ വേണ്ടി ഇരുന്നു. ഞാനും കുറച്ച് നന്നാക്കി. അങ്ങനെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ കുറച്ചുകൊണ്ട് ആയി വെക്കുമ്പോൾ ഞാൻ പുളിഞ്ചി ഉണ്ടാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് എണീറ്റ് പോയിട്ടോ. ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ പിന്നെ കായിരുന്ന് നന്നാക്കി. അടുക്കളയിൽ ഞാൻ ഓരോന്ന് ചെയ്യുന്ന ടൈമിൽ അതൊക്കെ നുറുക്കി വെച്ചിരിക്കണം. അവിയലിനുള്ള കഷ്ണങ്ങളും പിന്നെ കാളനുള്ള കഷ്ണങ്ങൾ പിന്നെ ഇതൊക്കെ പിന്നെ സ്വത്ത് നുറുക്കി വെച്ചതാട്ടോ. ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി തന്ന് നുറുക്കിയിട്ട് ഇനിയൊക്കെ വേവിച്ച് റെഡിയാക്കല്ലേ വേണ്ടുള്ളൂ എന്നല്ല, അതും റെഡിയാക്കണ്ടല്ലേ. ഇത്രയും തേങ്ങ ആയിട്ട് കേട്ടോ. ഇതിപ്പോൾ ആവിയിലേക്ക് വേണം, പിന്നെ എന്താ കാളനക്ക് വേണം, പിന്നെന്താ പിന്നെ ഇപ്പം എന്തിരിക്കുക മോര് കൂട്ടാനിലേക്ക് വേണം. അവർ വേവുന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോന്നോരോന്നും ചിരകി റെഡിയാക്കട്ടെ കേട്ടോ. അല്ല, അരച്ച് റെഡിയാക്കട്ടെ അരപ്പൊക്കെ. അങ്ങനെ അടിപൊളി കുറുക്ക് കാളൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് എന്താ പറയുക, തൂമിച്ചിട്ടൊന്നുമില്ല. നാളെ പറയില്ല, ഇന്നിപ്പോൾ 3 മണി, നായൊക്കെ കുറക്കുന്നുണ്ട് കേട്ടോ. 3 മണി കഴിഞ്ഞു, 3:30 മണി കഴിഞ്ഞു. അപ്പോൾ ഇനി നേരം വെളുത്തിട്ട് തൂമിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി അവിയലേക്ക് മോര് കൂട്ടാനൊക്കെ അരക്കണം. കുറുക്ക് കാളൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവിയലും റെഡി ആയിട്ടോ. അവിയൽ റെഡി ആയിട്ടുണ്ട്. തേങ്ങ ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി മോര് കൂട്ടാനിലേക്ക് തേങ്ങ ഇനി ചിരകിട്ട് വേണം. വയ്യ, 4 മണി ആവാറായി. എന്താ ചെയ്യാനറിയില്ല, അതൊക്കെ ഉണ്ടാവണ്ടേ. ഇന്നലത്തെ നോമ്പുറപ്പിക്കലും ഇന്നത്തെ പരിപാടി എല്ലാം കൂടി ഒരു വിധമായി. മത്തനും പയറും കൂടിയിട്ടുള്ള മസാല റെഡി ആയിട്ടോ. മോര് കൂട്ടാൻ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്, തൂമിച്ചിട്ടില്ല. അങ്ങനെ അൽഹംദുലില്ലാ ഒരു ഇതൊക്കെ റെഡി ആയിട്ടോ. ഇനി ബീഫ് വരട്ടാനുള്ള സാധനങ്ങൾ ചെറുള്ളി നന്നാക്കി ഉണ്ടായിട്ടൊക്കെ മറന്നിക്കണു. അതൊക്കെ പിന്നെ നന്നാക്കി ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത പരിപാടി ഇതാണ്. ഇനിയിപ്പോൾ ചെയ്യണില്ല, അതൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, അതൊക്കെ പുളിഞ്ചി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മസാല, ഇതിൽ കുറുക്ക് കാളൻ, പിന്നെ അവിയൽ ഇപ്പോൾ ഒന്നുകൂടി കുറുകി സെറ്റായിട്ടോ. അതേപോലെ അതിൻ്റെ ഇടയിൽ പോയി പയറുപ്പേരിയും വെച്ചു കേട്ടോ. പയറുപ്പേരി റെഡിയായി.
ഇനി ഇത് ബീഫ് മഞ്ഞപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട് വേവിച്ച് വെച്ചതാണ്. ഇനി ഇത് റോസ്റ്റ് ആക്കാണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഇപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് കിച്ചണ് ഫുള്ള് ക്ലീനാക്കി റെഡിയാക്കിയിട്ടുണ്ട് ഒരു വിധം. ഇനി ഇതൊരു മോര് കൂട്ടാനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അള്ളാ ഇനി പെരുന്നാളിൻ്റെ ഇനിയിപ്പോൾ കുളിച്ച് നിസ്കരിക്കണം, സുബഹി നിസ്കരിക്കണം. നേരം 5 മണിയൊക്കെ കഴിഞ്ഞു, 5:30 ആയിക്കണു. ഞാൻ ഇവിടെ വാതിലൊക്കെ തുറന്നിട്ടിക്കുക. നല്ല ചൂട്, അടുക്കളയിൽ നിന്നിട്ട് ഭയങ്കര ചൂട്. അപ്പോൾ വാതിലൊക്കെ ഒന്ന് തുറന്നിട്ടിട്ട് ലൈറ്റിട്ട് വാതിൽ തുറന്നിട്ടിക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ പെരുന്നാളിൻ്റെ വിശേഷങ്ങളും, ഇനി പുട്ടുണ്ടാക്കണം. കുളിച്ച് നിസ്കരിച്ചതിൻ്റെ ശേഷം ഇനി കുറച്ച് നേരം ഒന്ന് ഇരുന്നിട്ട് വേണം പുട്ടുണ്ടാക്കാൻ, ബീഫ് റെഡിയാക്കാൻ, അതേപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാണ്ട്. പിന്നെന്താ, ചോറ് വെക്കാനൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ അടിക്കുക, തുടക്കുക, വൃത്തിയാക്കുക, ഡ്രസ്സ് മാറ്റുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ അടുത്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബായ്.